ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ലേറ്റായി, എന്നാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫെയർവെൽ ഡേ കാണിക്കാനാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഗ്രൂപ്പ് ഡാൻസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത്, നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊരു 9-9:15 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെഡി ആകുമ്പോൾ ചെറിയ വർക്കൊക്കെ ഉള്ളൊരു സിമ്പിൾ ഡ്രസ്സാണ്. ഒലീവ് ഗ്രീൻ കളറാണ്. ക്യാമറയിൽ കറക്റ്റ് കളർ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഒലീവ് ഗ്രീൻ കളറാണ്. ഒരു ശരാരയാണ് കേട്ടത്. നമ്മൾ ഗ്രൂപ്പായിട്ട് 6-7 പേര് കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊളാവുന്നവരോട് മാക്സിമം നന്നായിട്ട് ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറെ വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ കുടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയതായിട്ടൊരു സ്കിൻ കെയർ അല്ല, ചെറിയൊരു ബേസിക് സംഭവങ്ങൾ എല്ലാവരും ചെയ്യണ പോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ തുടങ്ങട്ടെ. ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്, പോൺസിൻ്റെ മോയ്സ്ചറൈസർ. ഡാൻസ് കുറേ നേരം പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. ക്ലാസ്സിൽ വെച്ച് നമുക്ക് 2-3 പ്രാവശ്യം ടൈം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സ്കൂളിൽ പോയി പ്രാക്ടീസ് ചെയ്ത് പിന്നെ വീട്ടിൽ ജസ്റ്റ് നോക്കി അങ്ങനെ ഒരുവിധം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ മറന്നു പോകാൻ വരുന്ന ഓക്കെ, അല്ലാതെ സ്റ്റെപ്പ് അറിഞ്ഞുകൂടാതെ ഇല്ല. കൺഫ്യൂഷൻ ആവാതിരുന്ന ഓക്കെ ആയിരിക്കും. ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. നമുക്കിനി സൺസ്ക്രീൻ ഇടാം, കാരണം അവർ ഡാൻസ് കളിക്കുമ്പോൾ ചിലപ്പം നമ്മൾ ഗ്രൗണ്ടിലോട്ടെല്ലാം ഇറങ്ങി തീർന്നു. ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇടണമല്ലോ. ഇപ്പോഴേ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും മോൻ കുറച്ച് ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 9-9:30 കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും 10:45 ഇറങ്ങാം. അപ്പോൾ ആ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ മേക്കപ്പ് എല്ലാം ഇട്ട് കഴിയുള്ളൂ. വലിയ മേക്കപ്പല്ല, നോർമൽ മേക്കപ്പ്. കയ്യിലും കൂടി ഇടാം, കാരണം വെയിലിന് ടാൻ അടിക്കണ്ടല്ലോ. ഓൾറെഡി മുഖം ലോലിയാണ്. അപ്പോൾ ഇനി ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. സമയമുണ്ട്, നമുക്ക് പതുക്കെ ചെയ്യാം. ഇനി ഐലൈനർ വരയ്ക്കണം. അതിനൊക്കെ ശേഷം ജസ്റ്റ് പൗഡറൊക്കെ ഇടുന്നെങ്കിൽ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 സംഭവങ്ങളാണ് മുഖത്തിട്ടത്. നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി സംഭവങ്ങൾ ചെയ്യാം. ഞാൻ കണ്ണാടി വയ്ക്കാതെ ഫോട്ടോസ് എടുത്താൽ കൊള്ളാമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കുറച്ച് പേർക്ക് കണ്ണാടി വെച്ചതാണ് ഇഷ്ടം, ചിലർക്ക് കണ്ണാടി വയ്ക്കാത്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷനിലാണ്. കണ്ണാടി വെച്ചാൽ പിന്നെ നമ്മൾ ഐലൈനറൊക്കെ വരച്ചത് അധികമൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ കാണാൻ പറ്റും. പക്ഷേ കണ്ണാടി വെച്ചാൽ കുഴപ്പമില്ല, വച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ പകുതി വെച്ചാണ് കണ്ണാടി വെച്ചത്. അപ്പോൾ എനിക്ക് കണ്ണാടി വയ്ക്കാത്ത മുഖം എനിക്കിഷ്ടം. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് തീരുമാനിക്കട്ടെ. ഫുൾ കൺഫ്യൂഷനിലാണ്. അപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇടാൻ പോകുന്നത് ഈ ഒരു കമ്മലാണ്. കാണാൻ പറ്റുന്നുണ്ട് ഈ കമ്മൽ, അതിനെ ഇടുപ്പ് കാണാം. പിന്നെ ഈ ഒരു വളയാണ് ഇടുന്നത്. കയ്യിൽ നിറച്ച് വള ഇടുന്നില്ല, കാരണം ഷോൾ ഇടുമ്പോൾ ഒരു കയ്യിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വളയാണ് എടുത്തേക്കുന്നത്. ഇനി ആ സമയമാകുമ്പോൾ ഞാൻ വേറെ വളകൾ ഇടുമെന്ന് അറിഞ്ഞില്ല, അത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ചെറിയൊരു ഈ ഒരു ചെയിനാണ് ഞാൻ ഇടുന്നത്. കമ്മൽ മാത്രമേ കുറച്ച് അധികം വലുതല്ല ഇത്, പക്ഷെ എനിക്ക് കുറച്ച് ഇതായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ഇനി പോയി ഐലൈനറൊക്കെ വരച്ചിട്ടാണ്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, ഇവിടെ വരെ കാണിക്കുന്നുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഇറങ്ങിയിട്ട് കാണിക്കാം. ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ഇന്നലെ കുറച്ച് ഹെയർ സ്റ്റൈൽസ് നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. ഞാനപ്പോൾ എന്ത് കെട്ടും എന്നുള്ള കൺഫ്യൂഷനിലാണ്. അതൊക്കെ ഞാൻ ഇനി പോയി നോക്കട്ടെ. ഇനി നിങ്ങൾ കാണുമ്പോൾ ഞാൻ കുറച്ചെങ്കിലും ഇറങ്ങിയിട്ടായിരിക്കും, ഒരുങ്ങി കഴിഞ്ഞിട്ട് കാണാം. സോ
ഞാൻ മുഖത്ത് ചെയ്തേക്കൊന്നും ഫോണിൽ അറിയാൻ പറ്റില്ല, പക്ഷെ ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാനെപ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാനിപ്പോൾ ഇത് ഹെയർ സ്റ്റൈൽ നോക്കണ്ട, ഞാൻ ഇത് വെറുതെ കെട്ടി വെച്ചതാണ്. പിന്നെ നല്ല കെട്ടണം, കാരണം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ഹെയർ സ്റ്റൈലിൽ കെട്ടണമെന്ന് അറിയാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നീട് കാണിച്ചു തരാം, ഇത് നേരെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കമ്മൽ. എനിക്ക് ഇടുമ്പോൾ വേറെ ലുക്കായിരിക്കും. എൻ്റെ കൈ ഇങ്ങനെ, ഡ്രസ്സ് ഇങ്ങനെയാണ്, പാൻറ്റ് വരുന്നത്. ഞാനിനി എങ്ങനെ തല കെട്ടും, ഞാനിനി പിന്നെ വരാം. അപ്പം ഇത്രയും കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുമായിരിക്കാം, എനിക്കറിയില്ല. ഇനി ഞാൻ പിന്നെ വരാം. ചിലപ്പോൾ സ്കൂളിൽ എത്തിയിട്ടായിരിക്കാം, കാരണം ഫോണിൽ ചാർജ് ചെയ്യാൻ വെക്കണം. പിന്നെ ചിലപ്പോൾ ഞാൻ വണ്ടി ഇരിക്കുമ്പോഴായിരിക്കാം. അപ്പം ഞാനിനി ഫുൾ റെഡി ആയിട്ട് വരാം. നീ എവിടെയെങ്കിലുമൊക്കെ നില്ല എടുക്കാം. വെയിലത്തെടുത്താൽ ചിലപ്പോൾ വീഡിയോ എടുക്കണം. നല്ല രസമുണ്ട്. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പൊക്കം കുറവായിട്ട് തോന്നുന്നു. മൊത്തത്തിൽ ആരും നോക്കുന്നില്ല. അടി എന്തോ ഇങ്ങനെ കേൾക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇടും, ഞാൻ ഇടുമോ? ഇടും. നിങ്ങളിതിടോ? ഇടും. ഹായ്, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ നല്ലൊരു കൊച്ചാണ്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കും ഇതിടണോ അല്ലേ, ഒരു പ്രാവശ്യം. അപ്പം ഞാൻ പറയുമ്പോൾ നല്ല പിന്നെ മാറി. ഗുരുവിന് ശരാര നന്നായി ചേരുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഞാൻ എന്തൊക്കെ അടിച്ചിരുന്നോ ഇതിൻ്റെ കൂടെ എന്നെ പറ്റി ഇല്ല. ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. ഹായ്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ യൂട്യൂബിൽ എൻ്റെ മുടി ശരിയല്ല. ഇതൊക്കെ ഇടുഞ്ഞ് ഇട്ട് കല്യാണം ഇവര് പിന്നെ പൊട്ട് പോയിട്ട് വീഡിയോ എടുത്തേക്കും. ഒരു മീനങ്ങാണ പൊട്ട് പൊട്ടോ, പക്ഷെ പൊട്ടില്ലാത്ത കൊള്ളാമല്ലോ. ശരിയായിട്ട് ആദ്യം ബ്ലാക്ക് കാണിച്ചു തരാം. ദേവനൊന്നുമില്ല. ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്തു. ഇപ്പോഴാണ് കൊടുത്തത്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കൂടെ കല്യാണം ശ്രദ്ധിക്കുന്നു. പെട്ടവാടി ഞാൻ പാർവതി, അതിലേറ്റവും ബുദ്ധിയുള്ള വീഡിയോ എന്തോ പറഞ്ഞു. ഇതൊക്കെ ഞാൻ ഇട്ടു.
ഇൻഗ്രീഡിയൻസ് കേൾക്കാം. സൈലന്റ് ആവും. ഇതൊക്കെ എന്ത്? ലച്ചുവിനും കൊടുത്തു. దీప్తి అక్కడ చూడు చంద్రుడు వెండి వెలుగులో మెరిసే నా మనసులో వికసింది చూడు ఫాతిమ సుహ్రావి. വീഡിയോ ഇടും ഞാൻ യൂട്യൂബിലിടുന്ന ഞാൻ. ഗാംഭീര്യം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും. അത് എന്തായാലും ഇടും. ഞാൻ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ വീട്ടിൽ ഇവിടെ കാറ്റൊക്കെ ഞാൻ ഊതട്ടെ. നീ നോക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നും. കഴിക്കാമേ. 1 മണി 11 ഫുഡ് കഴിക്കണ്ടല്ലോ. ഇതാ നമ്മൾ പറയായി ഭക്ഷണം കണ്ടപ്പോഴേ ആര് റഷ്യൻ സാരി കൊളുത്തല്ലേ.
നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നത് ഏതോ ഒരു സമയത്ത് നിങ്ങളത് എൻജോയ് ചെയ്തു അല്ലേ? അപ്പൊ അത് നല്ലതാണ്. കാരണം നാളെ ഒരു കാലത്ത് വ്യക്തിപരമായ ജീവിതത്തിലായാലും എന്നും എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ ക്ലാസ്സിൽ ഒരുപാട് കാര്യം പറയുന്നതാണ്. ലക്ഷ്യം വേണമെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അവസാനം അടി ഉണ്ടാക്കി വീട്ടിൽ വാപ്പ ഉമ്മ ആൾക്കാർ എല്ലാവരും ഇവിടെ വന്ന് സത്യാഗ്രഹം എടുത്താണ് ആവശ്യമാണ്. അവസാനം ഡയലാസർ എന്താ ശരി പോയി എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ആ സേവ കൊണ്ടോ ശരി ഞാൻ തരില്ല. പക്ഷേ ഇപ്പോഴേ വെച്ച് വെച്ച് പോകും. നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. അൺബോക്സിംഗ് സ്റ്റിക്കേഴ്സ് ഏസ് ഇപ്പൊ ടീച്ചർ വരും. കൊറേ കിട്ടും ഇങ്ങനെ പോയാ. ഒരെണ്ണം ഫുള്ള് കിട്ടും. ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഞാൻ പൊട്ടിച്ചു പോയി. അമ്മയുടെ വേഗം പറ്റൂല. ആണോ എടി തെളിവ്. പരീക്ഷ എഴുതാനാണ്. എന്നാ ഓക്കെ. താങ്ക് യു. നീ അവിടെ പോയി പേനയില്ലെന്ന് പറയുമല്ലോ. ദീപ്തി ദീപ്തി ഇനി പേന ഇല്ലെന്ന് പറയൂലല്ലോ. നിന്റെ പൗച്ചിൽ തന്നെ വരില്ലല്ലോ. അതാണ് നമുക്ക് ഇവിടുത്തെ പൗച്ചിലെ പേന എത്ര ഇഷ്ടമുള്ള നിന്റെ പൗച്ചിലോട്ട് പൊടി നാളെ കൊണ്ടുപോയി. നാളെ കൊണ്ടുവന്ന പറയാം. ആദ്യം ഒരു പൊടി ക്യാമറ ഓണാക്കുമ്പോഴേക്കും ഡീസൻ്റ് ആവുന്നു വിചാരിച്ചു. നീ ഞാനോ ബൈ ബൈ ഹായ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വരും. ഇടയ്ക്കിടയ്ക്ക് അതെ മതിയല്ല. അത് അവളുടെ ഐഷാഡോയാ. എന്റെ ബ്ലോഗാണോ നിന്റെ ബ്ലോഗാണോ? ബൈ നോക്കിക്കോ. എല്ലാരും ഒന്ന് നോക്കണേ ക്യാമറയിൽ. അനന്യ എന്റെ കല്യാണത്തിന് ബിരിയാണി കഴിക്കുകയാണ് എല്ലാവരും. അതിന് വേറൊരു ഭയങ്കര കൂടുതൽ കഴിയണം.
ഡാൻസ് കളിക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യോ കാണിച്ച് പറ സുഖം. അച്ഛനെ അവിടെ കാണുവാനില്ല. എടി സ്റ്റെപ്പൊക്കെ മറന്നു പോകും. നിങ്ങൾ ചിരിക്കല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ഭാഗത്ത് നിൽക്കും, റൈറ്റ് സൈഡിൽ. ഓക്കെ, ഞാൻ അങ്ങോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡാൻസിന് ശേഷം പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല, നമ്മളപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരാം. ബൈ.